ഹൈ ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ഇപ്പോൾ പ്ലേസ് എല്ലാം കാട്ടാൻ തുടങ്ങി. യൂറോമാർക്ക് വി പറയാൻ തുടങ്ങി. ഇടിച്ചതാ നമുക്ക് പ്ലേസ് ഇറങ്ങാം. അങ്ങനെ വിയും ജങ്കുക്കും ഇവിടെ നോക്കി സംസാരിച്ച് അവിടുന്ന് പോയി. അവർ രണ്ടുപേർ അങ്ങനെ രണ്ട് പ്രാവ് നോക്കണം. വാ, ഇവിടെ കാണാൻ രണ്ട് ജോഡിമാരുണ്ട്. നമ്മളെ ജോഡിമാരി ഉണ്ടല്ലേ. ശരി ശരി, നമുക്ക് ഇവർ രണ്ടുപേരും സെറ്റാക്കിയാൽ മാത്രം നമുക്ക് കുറേ ദിവസം ഉണ്ട്. അവരെ സെറ്റാക്കിയാൽ മാത്രം നമുക്ക് ഈ പ്രാവുള്ളൊരു മുക്തി കിട്ടും, നമുക്ക് മനുഷ്യയാവാൻ പറ്റും. അല്ലേ അല്ലേ? അതെ അതെ. അങ്ങനെ രണ്ട് പ്രാവ് പറയാൻ തുടങ്ങി. അതെ, അവർ രണ്ട് പ്രാവും സ്വർഗത്തിൽ അവർ മാലയൊക്കെയായിരുന്നു. അങ്ങനെ രണ്ടുപേർ ലവ് ചെയ്ത് തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ അവരുടെ സാവ പോകാൻ വേണ്ടി അവർ രണ്ടുപേർ ജോഡിയാണ് അക്സെപ്റ്റ് ചെയ്യും. അവരുടെ ഗ്രാൻഡ് പ പറഞ്ഞതുകൊണ്ട് ഈ സാവം പോകുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കൊണ്ട് രണ്ടുപേർ അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. ജങ്കുക്കും വീക്കും പുള്ളിയും ജങ്കുക്കോട് സംസാരിക്കായിരുന്നു. അപ്പോൾ ജിമ്മിന് വന്നു. എന്താടാ രണ്ടുപേരെ റിയാക്ഷൻ ശരിയില്ല, രണ്ടുപേരും എന്തോ ഒരു കിണാവിലെ രോഗത്തിലുണ്ടല്ലോ. ഒന്നില്ല, ജങ്കുക്ക് പറഞ്ഞു. വീനെ നോക്ക്. വീനെ നോക്കത്. ജിമ്മിന് പറയുന്നത്, നീ ആള് ശരിയില്ലല്ലോടാ വീ. എന്താ എന്ത് എന്ത് ശരിയില്ല? എന്താടാ കയ്യിൽ? ഒന്നില്ല, കൈ കാട്ടറ. കൈ അത് അത് അല്ലല്ല പോടാരിക്ക. അതെ, കയ്യിലൊരു അതെ കയ്യിലൊന്നും കടിച്ചത്. നിൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്ന് കടിച്ചതടാ? അല്ലടാ, നമ്മളൊരു ഗുഹയ്ക്ക് പോയിരുന്നു, ഒരു പ്ലേസ് ഇല്ല. അപ്പോൾ ഇറങ്ങി താഴെ വീഴാൻ പോയി. അങ്ങനെ അവൾക്ക് തൂസി വെച്ചതടാ ഗേൾ ഫ്രണ്ടൊക്കെ. അങ്ങനെ അവൾക്ക് തൂസി വെച്ചേരി എന്നെ കടിച്ചുടാ. ഇത് കേട്ട് ജിമ്മിൻ ചിരിക്കുക. എടാ, നീ ചെറിയ കുട്ടീനെ കല്യാണം കഴിക്കാൻ പോകുന്നടാ? അത് ഇല്ലടാ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ശരി ഓക്കെ അങ്ങനെ പറഞ്ഞു. നമ്മൾ ഡേയ്സ് പോകാൻ തുടങ്ങി. പീറ്റേഴ്സ് മെമ്പർ ഓരോന്ന് സ്റ്റാർട്ടിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സസ വീട്ടിൽ വന്ന് പാട്ട് പാടി. വീട്ടിൽ പാട്ട് പാടി വരുമ്പോൾ സസാൻ്റെ ഡാഡി മമ്മി വന്ന് പറയാം. മമ്മി പറയാം, എടീ ഡോക്ടർ പഠിക്കണില്ലേ സസ? നീ ഇല്ല പഠിക്കില്ലേ? അപ്പോൾ ഡാഡി വന്ന് ചോദിക്കാമോ, നീ പോലീസാവൂ? ഇല്ല. പോലീസാവൂ? ഇല്ലേ പൂന പോലീസാവുന്നില്ല. ചേട്ടന്മാരുടെ എന്താ ചേട്ടന്മാറാ? രണ്ട് ചേട്ടൻ പോത്തുമാരുണ്ട് എന്ന് ജസ പറഞ്ഞു. പോടാ തെണ്ടിമാറ, നീ എന്ന് ആയിക്കോന്ന് ജസ അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ജസ അപ്പോൾ സമാധാനമായി. ചേട്ടൻ പോലീസാകുമ്പോൾ ചേട്ടൻ മാറായിട്ടോ. അങ്ങനെ രണ്ടുപേർ ഡോക്ടറാണ് ഓൾറെഡി. അങ്ങനെ കൊണ്ട് ജസൊക്കെ കൺഫ്യൂസായി. ഞാൻ എന്താവാ? അങ്ങനെ ജസ ഒന്ന് ആൾച്ചാക്കി ഇങ്ങനെ കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് കിട്ടി എന്ന് ജസ ഓടിപ്പോയി. ഡാഡി എന്തടി? ഞാനേ ഒരാളാൻ പോവാ. എന്താവാൻ പോവാ പറയൊരിക്കാം? ഞാൻ പോലീസാവില്ല, ഡോക്ടർ ആവില്ല, പിന്നെ എന്താവാ? ഞാൻ ആക്ടറാകാൻ പോവാ. ഇത് കേട്ട അമ്മയ്ക്ക് ഷോക്ക്. അമ്മയുടെ കുക്കുംബറിടൊക്കെ മുറിക്കായിരുന്നു. അച്ഛനോട് പാട്ട് കേട്ട് അച്ഛൻ ഫോൺ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ താഴെ വീണു, അമ്മ കത്തി താഴെ വീണു. രണ്ടുപേരും ഷോക്കിൽ നോക്കുന്നത്. എന്ത് ആക്ടറാ? ബൈ ഡാഡിയാ. രണ്ട് ചേട്ടന്മാർ ചിരിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ ഇവൾ ഡോക്ടറും ആവാല്ല പോലീസും ആവാല്ല. രണ്ടുപേരും ചേട്ടൻ ചിരിക്കാൻ തുടങ്ങി. രണ്ടുപേരും ഇടി വീണാനിക്കായി. അപ്പോഴാണ് ഹീറോയിൻ അതന്നെ ഇത് എൻ്റെ അങ്കിള് വന്നു. എന്ത് പറ്റി? ഇല്ല, ഇവൾ ആക്ടറാവുക. എന്ത് ആക്ടർ? അതൊരു തൊഴിലല്ലേ, അവൾക്ക് ഭയങ്കര ആക്ടിങ്ങിൽ അറിയില്ല. നിങ്ങൾക്ക് ആക്ടിങ്ങിൽ അവൾക്ക് ഫസ്റ്റ് മാർക്ക്. ശരി ഓക്കെ, അങ്ങനെ ആക്ടിങ് പഠിക്കാൻ പോകാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. ഈ ന്യൂസ് വീക്ക് ടെൻഷനായി. പ്രാവിനോട് പറയാൻ തുടങ്ങി. മാറി അത് എന്നെ അവിടെ കൊണ്ടുപോകും. പ്രാവ് ചോദിച്ചു, എന്താടാ നിനക്ക് പറ്റിയാണ്? പ്രാവ് ചോദിച്ചു. ഇല്ലടി, അവളിവിടെ ആക്ടറായാൽ ഇവിടെ പറയാ ബോയ്സ് പറഞ്ഞാൽ അവൾക്ക് പ്രൊമോസ് ആയിട്ട് ഞാൻ എപ്പോൾ കല്യാണം ആയിക്കോ. ഞാൻ ഇങ്ങനെ ടെൻഷനായി വന്ന് പോയിട്ട് കത്ത തുടങ്ങി. ഇതുകൊണ്ട് ഹീറോയിൻ്റെ മമ്മി ഓടി വന്നു. നീ ആരിപ്പാ? രണ്ടുപേരും കേൾക്കാൻ തുടങ്ങി. നീ ആരിപ്പാന്ത്? രണ്ട് ചേട്ടന്മാർ കണ്ട് ഷോക്കായി പോയി. ഇത് കിങ് ടയർഡല്ലേ, ഇയാളെന്താ ഇവിടെ ചെയ്യുന്നത്? അതെ, വിളിക്കുന്ന കണ്ട് ഓടി വന്നു. നീ ആരപ്പാന്ത്? ഞാൻ നിങ്ങളെ മോളെ ബോയ് ഫ്രണ്ട്. ഇത് ഷാക്ക്. എന്താ ബോയ് ഫ്രണ്ടാ? ഇപ്പോഴെ മനസ്സിലായി. ചേട്ടൻ പറയും അങ്ങനെ കേട്ട് അങ്ങനെ ഇങ്ങനെ മേലേക്കില്ല നോക്കാൻ തുടങ്ങി. നീ എന്താ ചെയ്യുന്നത്? വീ പറയാൻ തുടങ്ങി. നീ എന്താ ഞാൻ വീ പറഞ്ഞു ഞാൻ ഇത് ചെയ്യുന്നത്. ഓ ശരി ഓക്കെ. എൻ്റെ നിങ്ങളെ മോള് ഇച്ച പറയാൻ തുടങ്ങി. ഫസ്റ്റ് ആയിട്ടാണ് പറയണേ.
മർമോനെ ഒരു ആക്ടർ അല്ല ഇങ്ങനെ എന്ത് സിംഗർ ചെല്ല എന്താ നിങ്ങളെ മോളെ ഒരു ആക്ടർ ശരിയായി ഇങ്ങനെ ഓടെ ഇരിക്കാതെ അങ്ങനെ മുമ്പ് പറയാൻ തുടങ്ങി അങ്ങനെയായിട്ട് ശരി ഓക്കെ ഇതുണ്ട് ശരിയാവട്ടെ അങ്ങനെ രണ്ടുപേർക്ക് എൻഗേജ്മെൻറ്റ് ചെയ്യാതെ രണ്ടുപേർക്ക് എൻഗേജ്മെൻറ്റ് നടത്തും ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ജങ്കുക്ക് ഓൾറെഡി മാരേജ് ആയി രണ്ടുപേർക്കും ഹീറോയിൻ്റെ നിയമത്ത് ജുമൈറ. ഉമ്മൈര ഉമ്മൈരൊക്കെ മാരേജ് ഓൾറെഡി ആയി നിനക്ക് നെക്സ്റ്റ് മാരേജാ ഞാൻ ഡേയ്സ് പോകണമെങ്കിൽ അങ്ങനെ വിയും പറഞ്ഞു നോ 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 ഇവ പറഞ്ഞ നീ പോയിരിക്കാം ഞാൻ ആക്ടറാവും അതേമാതിരി ഇന്ത്യ ആക്ടറായി മാറി അങ്ങനെ അതല്ല ഞാൻ രണ്ടുപേരും ക്ലോസ് ആയിട്ട് ആക്ടിങ് ഡ്രാമ അതിൽ സിംഗിങ് അങ്ങനെ ഭയങ്കര ഫേമസ് ആയി മാറി അങ്ങനെ ഹീറോയ്ക്ക് ഫ്രണ്ട്സ് എല്ലാം ഹീറോയി ഒരു ഇങ്ങനെയായിട്ട് രണ്ട് പ്രാവ് ഇങ്ങനെ സ്വർഗത്തിൽ പോയി അതെ അവിടേക്ക് പോയി മനുഷ്യരൂപം മാറി അങ്ങനെ രണ്ട് പ്രാവ് പറയാൻ തുടങ്ങി അപ്പോൾ രണ്ട് കപ്പിൾസിനെ ഞങ്ങൾ ഒന്നിപ്പിച്ചു കഴിഞ്ഞു നമ്മളെ ശാപം പോയല്ലേ അങ്ങനെ അവിടുത്തെ ഒരു മുത്തശ്ശി പറയാൻ തുടങ്ങി ശരി ശരി നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം പോയിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങളെ സോൾ പോയി അത് മാത്രമല്ല പാട്ടിമ പറയായിരുന്നു നിങ്ങളൊരു ശാപം പോയി അത് മാത്രമല്ല നിങ്ങൾക്ക് മനുഷ്യനാവണമെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ അങ്ങനെ ഒരു പ്രാവിനോട് പറഞ്ഞു അതെ നമ്മൾക്ക് മനുഷ്യനാവാനുണ്ട് അങ്ങനെ പ്രാവിന് അങ്ങനെ അവർ രണ്ട് സോൾ എടുത്ത് രണ്ടുപേരുടെ സോൾ കഴിച്ച് അത് ജങ്കുക്ക് ബേബിക്ക് സോൾ അയച്ചു അങ്ങനെ ജങ്കുക്ക് ബോയ് ബേബി ജനിച്ചു അതേമാതിരി ആ പെണ്ണ് പ്രാവ് അങ്ങനെ സസാൻ്റെ കുട്ടി കഴിച്ചു അങ്ങനെ രണ്ടുപേര് ആ കുട്ടികൾ വളർന്ന് വലുതായി രണ്ടുപേരെ കുട്ടികൾ മാരേജ് കഴിച്ചു വി പറഞ്ഞു എൻ്റെ മോള് മാരേജ് കഴിച്ചു അങ്ങനെ ഹാപ്പി എൻഡിങ്